എല്ലാവർക്കും ഫിലാഡൽഫിയയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്നലെ ഒരുപാട് പേര് ഓരോരോ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അതിൻ്റെയൊക്കെ സൊല്യൂഷൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് സമയക്കുറവ് മൂലമാണ് ആർക്കും റിപ്ലൈ തരാത്തത്. എല്ലാവർക്കും ഉള്ള മറുപടി ഇന്ന് ഞങ്ങൾ തരുന്നതാണല്ലേ കുട്ടൂസ? അതേ ഷെർലി, നമ്മൾ ഇന്ന് ഒരുപാട് പേർക്ക് ഉപദേശങ്ങൾ കൊടുക്കാനുണ്ട്, ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ തീർക്കാനുണ്ട്. അപ്പം ലൈവിൽ ഇപ്പോൾ ഉള്ളവർക്ക് എല്ലാവർക്കും മെസ്സേജ്, അവരവരുടെ ആവശ്യങ്ങൾ, അവരവർക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം മെസ്സേജായിട്ട് എഴുതി ചോദിക്കാം. അതിനെല്ലാം ഇന്ന് നമ്മൾ ആൻസർ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, എങ്ങനെ കുടുംബജീവിതം സന്തോഷകരമാക്കാം? പരസ്പരം സ്നേഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈവെക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. എന്നും പറ്റുവാണെങ്കിൽ ദൈവത്തിനെ വിചാരിച്ച് എഴുന്നേൽക്കുമ്പോൾ ഭർത്താവിൻ്റെ കാല് തൊട്ടിട്ട് എഴുന്നേറ്റാൽ അന്ന് നിങ്ങളുടെ ജീവിതം ഇതുവരെ കണ്ടതിലും ഏറ്റവും മനോഹരമായിരിക്കും. ഷേർലിക്ക് ഇതാണ് പറയാനുള്ളത്. ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ്. എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. ഓരോരോ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും. പറയൂ ഷേർലി. എൻ്റെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തൊരേടാണ് എൻ്റെ ഇച്ചുവിൻ്റെ കാല്. അപ്പം ഇന്ന് ലൈവ് വന്നേക്കുന്നതിൻ്റെ സുപ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് കുട്ടൂസൻ പറയും. നമ്മളെല്ലാവർക്കും ഈ അവരവരുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പേരെ ഉപദേശിക്കുന്നു, ഒരുപാട് പേർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവരതിൻ്റെ ഒരു സന്തോഷമായിട്ട് നമ്മുടെ കൂടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ ഓൺലൈൻ ലൈവിൽ വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 50 ലക്ഷം രൂപയോളം ഇനി അങ്ങോട്ട് മുമ്പോട്ട് ചെലവുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവർക്കും, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ആ ഒരു സഹായ നിധിയിലേക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് നമ്മുടെ മെസ്സേജ് അയക്കുക. നമ്മളുടെ അക്കൗണ്ട് നമ്പറിൽ തരുന്നതായിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് നമുക്ക് ആ ഒരു ചാരിറ്റിയിൽ പങ്കെടുക്കാം. നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. നല്ല നല്ല സ്കൂളുകളിൽ, നല്ല വലിയ ഫീസുകൾ കൊടുക്കുന്ന സ്കൂളുകളിൽ വിട്ട് നമ്മൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ചാരിറ്റി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, ധനസഹായം, അതെ, അത് ഒരു നമ്മുടെ ബാധ്യതയായിട്ട് കാണാതെ നിങ്ങൾ എല്ലാവരും അതിൽ സന്തോഷത്തോടു കൂടി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നമ്മുടെ അക്കൗണ്ട് നമ്പർ മേടിച്ച് അതിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ ഓൺലൈനിൽ കൂടെ തരുന്നുണ്ട്. എല്ലാവർക്കും തരുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ ഇപ്രാവശ്യം എന്റെ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഷെർലി? അല്ല കുട്ടൂസ, എന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്ക. ഇത്രയും നാളും ഷെർലിയുടെ അക്കൗണ്ട് നമ്പർ അല്ലേ കൊടുത്തിരുന്നേ? ഇപ്രാവശ്യം അത് എന്റെ കൊടുക്കാം. കുഴപ്പമില്ല, അവരെല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. കുഴപ്പമില്ല അതല്ലേ. ഇപ്പൊ ഷെർലിയുടെ കൊടുത്താലും എന്റെ കൊടുത്താലും നമ്മുടെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ലേ? അല്ല അതല്ല നമ്മുടെ ഇപ്പൊ എന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്താൽ ആൾക്കാർക്ക് വെച്ചിട്ട് ഫെമിലിയർ ആവും. ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ പണം വരുന്നത് എന്റെ അക്കൗണ്ടിലോട്ടല്ലേ? ആരുമില്ല, എന്റെ കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് അത് എന്റെ അക്കൗണ്ടിലോട്ട് ഇടട്ടെ. നമുക്ക് ഇപ്രാവശ്യം നോക്കാം എന്റെ ഇതിലാണോ അതോ ഷെർലിയുടെ ഇതിലാണോ കൂടുതൽ വരുന്നത്. അതിനൊരു തർക്കത്തിന്റെ ആവശ്യമില്ല. ഷെർലി നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന പോലെ തന്നെ നമ്മൾ സ്നേഹിച്ച് കഴിയുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ പിന്നെ എന്റെ അക്കൗണ്ട് നമ്പർ തൽക്കാലം കൊടുക്കാം. അവരെല്ലാരും അതിലേക്ക് പൈസ ഇടട്ടെ. ഈ ചാരിറ്റിയിൽ അവരും അംഗമാകട്ടെ. അത് ശരിയാവത്തില്ല. അത് ശരിയാകും. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. അത് ശരിയാവത്തില്ല. ഇതിവിടെ നടക്കത്തില്ല. ഇവിടെ നടക്കൂ. ഈ പ്രസ്ഥാനം ഇത്രയും വളർത്തി വലുതാക്കി നിങ്ങളെ, ഒന്നുമില്ലാത്ത നിങ്ങളെ ഈ നിലയിലാക്കിയത് എന്റെ നാക്കിന്റെ മിടുക്കൊണ്ട്. നാക്കിലോട്ടല്ല, ഇപ്പൊ എന്റെ അക്കൗണ്ടിലോട്ട് നമുക്ക് പൈസ മേടിക്കാം. നടക്കത്തില്ല. എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. എന്റെ നടക്കത്തില്ല. കൊടുത്താൽ മതി, അതേ നടക്കത്തുള്ളൂ. നിന്റെ പറ്റത്തില്ല. ഇത്രയും നാള് നിന്റെ വാക്കും കേട്ട്
നിന്റെ കാര്യങ്ങളും ചെയ്ത് മിണ്ടാതെ വിട്ടിരുന്ന ആൾക്കാരെ എല്ലാം പറ്റിച്ചുകൊണ്ട് അക്കൗണ്ടിലോട്ട് പൈസ വന്നുകൊണ്ടിരുന്നത്. നടക്കത്തില്ല. അപ്പൊ അത് മതി. നിന്റെ ഒരു കുട്ടൂസിനുണ്ടാകി വെള്ളം അടിച്ച് മിണ്ടാണെന്നോളൂ അവിടെ പറഞ്ഞേക്കാം. ഇതാരാ വിളിക്കുന്നേ? ഹലോ, അതെ റോമിയോ ആണ്. നമ്മളിപ്പോ ഒരു ഓൺലൈൻ സെക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വിളിച്ചതല്ലേ? എന്തായിരുന്നു പ്രശ്നം? മനസ്സിലായി. അത് നമ്മള് വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ അവിടെ തന്നെ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ഇന്നലെ ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉദാരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു എമൗണ്ട് അയക്കണം. പിന്നെ ഇതിന്റെ ബാക്കി ക്ലാസ്സിന് വേണ്ടിയിട്ട് വരണ്ട, നേരിട്ട് വന്നാൽ മതി, കുഴപ്പമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ തരാം. അതിലോട്ട് മാത്രമേ ഇനി മുതൽ പൈസ അയക്കാവുള്ളൂ. കേട്ടില്ലേ? ഓക്കെ, സന്തോഷം.